ഒരു മലയാള സിനിമ 5 ദിവസങ്ങൾക്കുള്ളിൽ 200 കോടി ക്ലബിൽ കയറുന്നു. 48 മണിക്കൂറിനുള്ളിൽ 100 കോടി ക്ലബിൽ കയറി കഴിഞ്ഞു. വാഴ്ത്തിപ്പാടിയ പലരും സിനിമ ഇറങ്ങി സന്ധ്യ ആയപ്പോഴേക്കും ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തതൊന്നും എമ്പുരാന്റെ രോമത്തിൽ തൊട്ടിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇതൊക്കെ തന്നെ മതി. വിവാദങ്ങളും പ്രതിഷേധങ്ങളും കനക്കുമ്പോഴും 20 മിനിറ്റ് അല്ല, വെറും 2 മിനിറ്റ് മാത്രമാണ് എമ്പുരാനിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ വിഷയം മറ്റൊന്നാണ്. എമ്പുരാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിലെ ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഒരു മലയാള സിനിമ ഇന്ത്യൻ പാർലമെന്റിനെ വരെ കത്തിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കോൺഗ്രസ് എം പി ആയ ഹൈബി ഈഡൻ ലോകസഭയിലും CPIM എം പി ആയ A റഹീം രാജ്യസഭയിലും നോട്ടീസ് നൽകി കഴിഞ്ഞു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള സംഘപരിവാർ ആക്രമണം സഹിക്കാനത് UP-യോ ബീഹാറോ അല്ല, കേരളമാണ്. എമ്പുരാനെതിരെ നടക്കുന്ന സംഘപരിവാർ ആക്രമണം ചൂണ്ടിക്കാട്ടി രാജ്യസഭയിൽ ചർച്ച ആവശ്യപ്പെട്ടാണ് A റഹീം നോട്ടീസ് നൽകിയത്. ചട്ടം 267 പ്രകാരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെടുകയാണെന്നും റഹീം വിമർശിച്ചു. സ്വാതന്ത്ര്യത്തോടു കൂടി സിനിമ പ്രദർശിപ്പിക്കേണ്ടതും അതിനാൽ തന്നെ സഭയിൽ എമ്പുരാൻ ചർച്ചയ്ക്കെടുക്കണം എന്നുമാണ് ഹൈബി ഈഡൻ ആവശ്യപ്പെട്ടത്. ഇതിനു പുറമെ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും ശിവസേന മേധാവിയുമായ ഏക്നാഥ് ഷിൻഡെക്കെതിരെ കുനാൽ കമ്ര നടത്തിയ വിവാദപരമായിട്ടുള്ള വീഡിയോയും റഹീം ചൂണ്ടിക്കാട്ടി. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവഹേളിച്ച സംഭവത്തിൽ സ്പീക്കർ വിശദീകരണം നൽകണമെന്നും കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം എമ്പുരാനും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും എതിരായ സൈബർ ആക്രമണം സംഘപരിവാർ ഇപ്പോഴും തുടരുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം എമ്പുരാന്റെ എഡിറ്റ് ചെയ്ത പതിപ്പ് തിയേറ്ററുകളിൽ അതിവേഗം എത്തും. 2002 ഗുജറാത്ത് കലാപത്തിലേക്ക് കൈ ചൂണ്ടുന്ന ദൃശ്യങ്ങൾ അടക്കം രംഗം വെട്ടിമാറ്റിയതിനു ശേഷമുള്ള പതിപ്പായിരിക്കും തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറഞ്ഞെങ്കിലും കഥയുടെ കാതലായ ഈ സംഭവത്തെ വെട്ടിമാറ്റില്ല എന്ന് തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞു. റിലീസ് ചെയ്ത വെറും 48 മണിക്കൂറിനുള്ളിൽ 100 കോടി ക്ലബിൽ കയറുവാനും 5 ദിവസത്തിനുള്ളിൽ 200 കോടി ക്ലബിൽ ഇടം പിടിക്കുവാനും എമ്പുരാന് കഴിഞ്ഞിരുന്നു. ചരിത്രത്തെ കുഴിച്ചുമൂടാൻ എത്ര നോക്കിയാലും സത്യം പറയുന്ന ഒരു നാവെങ്കിലും ഉണ്ടാകും. അതാണ് ചരിത്രം. ഈ എമ്പുരാൻ സിനിമ അതിൽ ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. NCERT പുസ്തകങ്ങളിൽ വരെ ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള ഭാഗങ്ങൾ വെട്ടിമാറ്റി സംഘപരിവാർ വരും തലമുറയെ ചരിത്രത്തെ പഠിപ്പിക്കാതിരുന്നപ്പോൾ ഇപ്പോഴത്തെ മാത്രമല്ല കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന തലമുറയ്ക്ക് വരെ ചരിത്ര സത്യത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള വക എമ്പുരാൻ ചെയ്തു കഴിഞ്ഞു. പഥാൻ സിനിമയിലെ നായികയുടെ ബിക്കിനിയുടെ കളറിൽ വരെ വർഗീയത കൊണ്ട് പൊള്ളിയ സംഘപരിവാർ ഇന്നൊരു മലയാള സിനിമയ്ക്കെതിരെ കൈകോർക്കുമ്പോൾ കാരണഭൂതനായ മോദിക്ക് ഉത്തരം കിട്ടാതിരിക്കുകയാണ്. മോഹൻലാലിന്റെ കേഡൽ പദവി വരെ നീക്കണമെന്ന് ആഹ്വാനം ചെയ്യാൻ മാത്രം എന്താണ് ആ സിനിമയിലുള്ളത്? നുണകളുടെ കൂടാരം കൂട്ടി ദി കേരള സ്റ്റോറി ഇറക്കാമെങ്കിൽ സത്യം കേട്ടിട്ട് എന്തിനു പൊള്ളണം? ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു മുൻ കോൺഗ്രസുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ആയിരുന്നില്ല. അയാൾ ഒരു BJP അനുകൂല പ്രവർത്തകനായിരുന്നു. അയാൾ എഴുതിയ കഥയാണ് സിനിമയിലൂടെ സത്യത്തെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്.